ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹിബിസ്കസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇതേപോലത്തെ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് അതിൻ്റെ പോലത്തെ കുറേ കളേഴ്സ് കിട്ടും കേട്ടോ, ഒരു പേപ്പർ മാത്രമല്ല കിട്ടുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു ടാപ്പ് ഉണ്ട്, പിന്നെ പിപ്സ് ഉണ്ട്, ഒരു ചുറ്റുകമ്പി ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഒരു പേപ്പർ, ഈ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് നമുക്ക് വെട്ടാം. ഓക്കെ, നമ്മൾ അതേപോലെ നമ്മളൊരു ഇതേപോലെ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പിലാണ് വെട്ടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കും നമ്മൾ. ഓക്കെ, മടക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെ വരെ ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാ സൈഡും 8 മീൻസ് ആട്ടാ, 8 സെന്റിമീറ്റർ ആട്ടാ. എന്നിട്ട് നമ്മൾ ഒരു പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഈ സൈഡൊന്നും ചുറ്റി കൊടുക്കാം, നല്ല ടൈറ്റിൽ ചുറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ നല്ല ടൈറ്റിന് അങ്ങോട്ടൊന്ന് ചെയ്തെടുക്കട്ടെ. അപ്പൊ നമുക്ക് ഇതേപോലെ ഒന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് കുറച്ചും കൂടി ഇതാക്കിയിട്ട് ഇത് തുറക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സൈഡ് പിടിച്ചിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. ബാക്കിലേക്ക് ഉണ്ടല്ലോ, ബാക്കിലേക്കൊന്നും മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സൈഡും നമുക്ക് ബാക്കിലേക്ക് മടക്കി കൊടുക്കാം. നമുക്ക് ബാക്കിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിവർത്തിയിട്ട് ഈ സൈഡ് പിടിച്ചിട്ട് നമുക്ക് ഈ സൈഡ് പിടിച്ചിട്ട് എന്താക്കിയിട്ട് പതുക്കെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലത്തെ ഷേപ്പിൽ കിട്ടും. അപ്പൊ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കിട്ടിട്ടാ. ഇനി നമ്മൾക്ക് കുറേ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് ഞാൻ, കണ്ടാ കുറേ ഉണ്ടാക്കണം കേട്ടോ, ബോക്സ് ഷേപ്പ് ആക്കിയിട്ട്. ഇനി നമുക്ക് ഇതൊക്കെ നിർത്താം. നമുക്ക് ബാക്കിലേക്ക് തിരിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഈ സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് തിരിച്ചെടുക്കാം. നമുക്ക് ചെറുതും വലുതും പെറ്റൽസ് ഉണ്ടാക്കണം, എന്നാലാണ് നമുക്ക് ഹിബിസ്കസ് പോലെ തോന്നില്ലയോ.
എന്നിട്ട് നമുക്ക് ഒരു കമ്പി എടുത്തിട്ട് ഈ തുമ്പ് ഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കണം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ സ്ക്വയർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങോട്ട് ചുറ്റി കൊടുക്കാം. നമുക്ക് ഈ കമ്പി മടക്കിയത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണേ. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് നടുക്കി മടക്കി വെച്ചിട്ട് ഇതേപോലെ നമുക്കിങ്ങനെ വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ നൂലെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു വതലെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ കെട്ടാം, ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത വതലെടുത്തിട്ട് ഇവിടെ ഇതാക്കിയിട്ട് ആദ്യത്തെ വതള് ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് അടുത്ത വതളെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക, ചുറ്റി കൊടുക്കുക. നമുക്ക് അടുത്ത ഇതോളൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കണം. എന്നിട്ട് ചുറ്റി കൊടുക്കാം. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് പൂ ഇതാക്കിണ്ട് കേട്ടാ. ഇത് അമ്മ ഹെൽപ്പൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടാ. അമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നത്. പടിയിലുണ്ടല്ലോ ഇങ്ങനെ ചുറ്റി താഴെ വരെ ഇങ്ങനൊന്നും ചുറ്റി കൊടുക്കാം. എൻ്റെ ചെമ്പരത്തി ഉണ്ടാക്കി കഴിഞ്ഞ് എങ്ങനെയുണ്ട്? ഇത് കട്ട ചെമ്പരത്തി പൂവാട്ടാ. ടാറ്റാ ബൈ ബൈ, സീ യു. നെക്സ്റ്റ് വീഡിയോ കാണാം നമുക്ക്.